നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ്രേസ് ഇനിയസ്റ്റ ഫുട്ബോളിൽ നിന്നും ഇന്നത്തെ ദിവസം വിരമിക്കുകയാണ്. ബാർസലോണയ്ക്ക് വേണ്ടി അദ്ദേഹം ഡെബ്യൂട്ട് നടത്തിയ ഒക്ടോബർ 8 എന്ന് പറയുന്ന ദിവസം തന്നെ അദ്ദേഹം ഫുട്ബോൾ നിർത്തുകയാണ്, വിരമിക്കുകയാണ്. എ മാൻ വിത്ത് സീറോ ഹേറ്റേഴ്സ് എന്ന് നമ്മൾ ലിസ്റ്റ് എടുക്കും ഫുട്ബോൾ കളിക്കാരുടെ ഇടയിൽ. സോ അതിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ് ആൻഡ്രേസ് ഇനിയസ്റ്റ. എല്ലാ ബാർസലോണ ഫാൻസിൻ്റെയും ഈവൻ ഫുട്ബോൾ ഫാൻസിൻ്റെയും ഒരു വികാരമാണ് ആൻഡ്രേസ് ഇനിയസ്റ്റ. സോ നമ്മൾ എന്നെ കൂടുതൽ ആസ് എ ബാർസ ഫാൻ ബാർസലോണയിലോട്ട് എന്നെ അടുപ്പിച്ച പ്ലേയേഴ്സിന് ലിസ്റ്റ് എടുത്താൽ അതിന് മുൻപന്തിയിലുള്ള പ്ലെയർ ആൻഡ്രേസ് ഇനിയസ്റ്റ തന്നെയാണ്. മെസ്സി, ഇനിയസ്റ്റ, സാവി, ഇതായിരുന്നു ആ ഒരു ബാർസ ട്രയോ അല്ലേ. മെസ്സി, ഇനിയസ്റ്റ, സാവി. ഇതിൽ മെസ്സി ഇപ്പോഴും ഉണ്ട്, സാവി നേരത്തെ റിട്ടയർ ചെയ്തു, ഇനിയസ്റ്റ ഇന്നത്തെ ദിവസം റിട്ടയർ ചെയ്യുകയാണ്. സോ പല ബാർസലോണ ഫാൻസിൻ്റെ വികാരമായ ഈ ത്രിമൂർത്തികളുടെ രണ്ടുപേര് ഫുട്ബോൾ കളി അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ബാർസലോണ എന്ന് പറയുന്ന ഈ ഒരു ക്ലബിൻ്റെ എക്കാലത്തെ മികച്ച പ്ലേയേഴ്സിൽ ഒരാൾ, ഇഫ് നോട്ട് ദ ബെസ്റ്റ് മിഡ്ഫീൽഡർ ദ ബാർസലോണ ഹാസ് എവർ സീൻ എന്ന് പറഞ്ഞാലും അതിലും ഒരു ആർഗ്യുമെൻറ്റും ഇല്ല. ആൻഡ് നമ്മൾ സ്പാനിഷ് നാഷണൽ ടീമിനോട് നോക്കുകയാണെങ്കിൽ അവരുടെ ചരിത്രത്തിലെ എല്ലാ ബിഗ് ടൂർണമെൻറ്റ്സിലെ അഥവാ സ്പെയിൻ നേടിയിട്ടുള്ള എല്ലാ ടൂർണമെൻറ്റ്സിലെയും ഏറ്റവും മികച്ച പ്ലെയറായി നിന്നതും ആൻഡ്രേസ് ഇനിയസ്റ്റയാണ്. അതായത് സ്പെയിൻ ആണെങ്കിൽ നമുക്കറിയാം 2008 യൂറോ, 2010 വേൾഡ് കപ്പ്, 2012 യൂറോ, ഇതിൽ മൂന്നിലും നമ്മൾ നോക്കുകയാണെങ്കിൽ പിവറ്റൽ പാർട്ടായിരുന്നു ആൻഡ്രേസ് ഇനിയസ്റ്റ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ഗ്രേറ്റസ്റ്റ് സ്പാനിഷ് പ്ലെയർ ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിൽ ആൻഡ്രേസ് ഇനിയസ്റ്റയുടെ പേര് മുൻപന്തിയിൽ തന്നെ ഉണ്ട്. ഈവൻ പല പോളുകളിലും ഇനിയസ്റ്റ വിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള സ്പെയിനിൽ നടത്തിയിട്ടുള്ള പല പോളുകളുടെ റിസൾട്ടൊക്കെ ഇപ്പോൾ ഈ ഇനിയസ്റ്റയുടെ ഈ ഒരു റിട്ടയർമെൻറ്റ് ടൈമിൽ ട്വിറ്ററിലും ഒക്കെ ട്രെൻഡിങ് ആകുന്നുണ്ട്. സോ അതിലെല്ലാം ഏറ്റവും ലീഡ് ചെയ്ത് നിൽക്കുന്ന അഥവാ ഏറ്റവും കൂടുതൽ പോളുകളിൽ ദ ഗ്രേറ്റസ്റ്റ് അഥവാ ദ ബെസ്റ്റ് സ്പാനിഷ് പ്ലെയർ ഓഫ് ഓൾ ടൈമിൽ എല്ലാ പോളുകളിലും കോമൺ ആളുകൾക്കിടയിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന പ്ലെയർ ആൻഡ്രേസ് ഇനിയസ്റ്റയാണ്. സോ നമ്മൾ ഇനിയസ്റ്റയെ കുറിച്ച് ഒന്ന് നോക്കുകയാണെങ്കിൽ 2002 അദ്ദേഹം ബാർസലോണയ്ക്ക് വേണ്ടി ഡെബ്യൂട്ട് നടത്തുന്നത്. പക്ഷേ 2004-05 സീസണിലാണ് അദ്ദേഹം ഫസ്റ്റ് ടീമിൽ ഫുള്ളി രജിസ്റ്റേർഡ് ആവുന്നതും ഫസ്റ്റ് ടീമിൻ്റെ റെഗുലർ ഭാഗമാകുന്നു. സോ നമുക്കറിയാം ബാർസലോണയ്ക്ക് വേണ്ടി എല്ലാ ടൈറ്റിൽസും നേടുന്നതിൽ വൈറ്റലായിട്ടുള്ള റോൾ വഹിച്ച ഒരാളാണ്. ആൻഡ്രേസ് ഇനിയസ്റ്റയുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ ഏത് സിസ്റ്റമായിട്ടും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ എന്നുള്ളതാണ്. ബാർസലോണയിലും സ്പാനിഷ് നാഷണൽ ടീമിന് പല കോച്ചുകൾ വന്നിട്ടുണ്ടെങ്കിലും ഈസിലി ആൻഡ്രേസ് ഇനിയസ്റ്റ അഡാപ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കൂടാതെ അദ്ദേഹത്തെ കോച്ച് ചെയ്തിട്ടുള്ള എല്ലാ കോച്ചുമാരുടെയും അഭിപ്രായത്തിലും ആ പിച്ചിലെ ദ ഗ്രേറ്റസ്റ്റ് ഫുട്ബോളിംഗ് ബ്രെയിൻ, ഞങ്ങൾ കോച്ച് ചെയ്ത ഗ്രേറ്റസ്റ്റ് ഫുട്ബോളിംഗ് ബ്രെയിൻ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇപ്പോൾ ഡെൽബോസ്കിൻ്റെ കാര്യത്തിലാണെങ്കിലും പെപ്പിനോട് ചോദിക്കുമ്പോഴാണെങ്കിലും റിഷ്കാർഡിനോടാണെങ്കിലും ആരോട് ചോദിച്ചാലും അവർ പറയുന്ന നെയിം ആൻഡ്രേസ് ഇനിയസ്റ്റയാണ്. നമ്മൾ ആൻഡ്രേസ് ഇനിയസ്റ്റയെ നോക്കുകയാണെങ്കിൽ ചെറിയ മനുഷ്യനാണ്, കാണാനായിട്ട് വലിയ ലുക്കുള്ള മനുഷ്യനോ ചെറിയ വലിയ ഫിസിക്കലി സിക്സ് പാക്കും മസ്കുലർ ബോഡിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളല്ല, ഒരു സാധാരണ കോമൺ മാൻ കാഴ്ചയില്ല. പക്ഷേ ആ പിച്ചിൽ തന്നെക്കാളും 2-3 ഇരട്ടിയുള്ള സൈസുള്ള പ്ലെയേഴ്സ് എത്ര ഫിസിക്കൽ ബാറ്റിൽസിനോട് ടെക്നിക്കലി ഓവർകം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ് ആൻഡ്രേസ് ഇനിയസ്റ്റ. 22 വർഷമാണ് അദ്ദേഹം ബാർസലോണയ്ക്ക് വേണ്ടി ബാർസലോണയിൽ ചെലവിട്ടത്. ബാർസലോണ ബിയിലും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ലാമാസിയയിലും ഒക്കെ ആയിട്ട് ലാമാസിയ പ്രോഡക്റ്റാണ്. ബാർസലോണ ബി ടീമിന് വേണ്ടി 49 കളികൾ അദ്ദേഹം കളിച്ചു. നമ്മൾ നോക്കുകയാണെങ്കിൽ ബാർസലോണയ്ക്ക് വേണ്ടി 442 കളികൾ അദ്ദേഹം കളിച്ചു. അതിനുശേഷമാണ് 2018 അദ്ദേഹം വിടുന്നത് ബാർസലോണ. ഇവൻ 2018 അദ്ദേഹം നമ്മുടെ ക്യാപ്റ്റനായി പോകുമ്പോൾ ആ സമയത്തും ആ ഇയറിലും പുള്ളിയുടെ പിച്ചിലെ പെർഫോമൻസ് വാസ് ഓൾവേസ് സോളിഡ്. നമ്മൾ ഇനിയസ്റ്റയുടെ കയ്യിൽ നിന്നും എന്നാ പറയുക, നമ്മളിപ്പം പറയും ഒരു സോളിഡ് 7.5 പെർഫോമൻസ് ആയിരുന്നു ആ പ്ലെയർ. ഇവൻ ഇനിയസ്റ്റയുടെ സോളിഡ് 7.5 പെർഫോമൻസ് കുറവാണ്. ഇറ്റ്സ് ഓൾവേസ് 8 or 9. അതാണ് ആൻഡ്രേസ് ഇനിയസ്റ്റ. ആൻഡ്രേസ് ഇനിയസ്റ്റയുടെ ഒരു 7 താഴെയുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല. അമ്മാതിരി കൺസിസ്റ്റൻസി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന പ്ലെയറാണ്. ആൻഡ് സ്പാനിഷ് ഹിസ്റ്ററിയിലെ ദ മോസ്റ്റ് ഡെക്കറേറ്റഡ് ട്രോഫീസിൻ്റെ കാര്യത്തിൽ സ്പാനിഷ് ഹിസ്റ്ററിയിലെ ദ മോസ്റ്റ് ഡെക്കറേറ്റഡ് പ്ലെയറാണ് വിത്ത് 35 ട്രോഫീസ്. ബാർസലോണയ്ക്ക് വേണ്ടി 32, വിസൽ കോപ്പിന് വേണ്ടി 3 ട്രോഫീസും അദ്ദേഹം നേടുകയുണ്ടായി. ബാർസലോണയിൽ ആ 32 ട്രോഫീസിൽ 9 ലലീഗയും അതുപോലെ തന്നെ 4 ചാമ്പ്യൻസ് ലീഗ് അതിൽ ഉൾപ്പെടുന്നുണ്ട്. സോ ആൻഡ്രേസ് ഇനിയസ്റ്റയുടെ മോസ്റ്റ് മെമ്മറബിൾ മൊമെൻറ്റ്സിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെയാണ് എൻ്റെ മനസ്സിലോട്ട്. ആസ് എ ബാർസ ഫാൻ ഞാൻ കളി സീരിയസ്ലി കാണാൻ തുടങ്ങിയപ്പം തൊട്ട് ഇഷ്ടം പോലെ മൊമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്ന പ്രോഡി ഹിസ്റ്റോറിക്കലി 2 മൊമെൻറ്റ്സ് ആണ്. പക്ഷേ എനിക്ക് വരുന്ന മറ്റൊരു മൊമെൻറ്റ് 2015 ബാർസലോണ റയൽ മാഡ്രിഡ് എവേ ചെന്ന് 4-0 ജയിച്ച ഒരു പെർഫോമൻസ് ഉണ്ട്. അതിലൊക്കെ ആൻഡ്രേസ് ഇനിയസ്റ്റ ആ മിഡ്ഫീൽഡ് റയലിന് അഗേൻസ്റ്റ് കാണിക്കുന്നൊരു ഡോമിനേഷൻ ഉണ്ട്. മാൻ
വേറെ ലെവലാണ്. ഒറ്റയ്ക്ക് ക്യാരി ചെയ്യുന്ന ടൈപ്പ് ഓഫ് പെർഫോമൻസ് മാൻ. സിംഗിൾ ഹാൻഡഡ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ എത്ര പ്ലേയേഴ്സിനാണ് പുള്ളി ടേക്ക് ഓൺ ചെയ്ത് തോന്നുന്നത്. ആൻഡ്രേസ് ഇനിയസ്റ്റയുടെ മറ്റ് രണ്ട് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഹിസ്റ്റോറിക്കലി എല്ലാവരുടെയും ബാർസ ഫാൻസിൻ്റെ മനസ്സിൽ നിൽക്കുന്ന ആ ഒരു ഇമേജ് നിങ്ങൾക്ക് ഇപ്പം കാണാം. ചെൽസിക്ക് അഗെയിൻസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ 2008-09 സെമി ഫൈനലിൽ, ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ ചെൽസിക്ക് അഗെയിൻസ്റ്റ് ആ ഒരു ഈക്വലൈസർ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ നേടി എവേ ഗോൾ റൂളിൽ നമ്മൾ കയറുന്ന ആ ഒരു ഇതിൽ ആ ഒരു സെലിബ്രേഷൻ ഇപ്പോഴും മനസ്സിലുണ്ട്. അത് എപ്പോഴും ബാർസലോണയുടെ ഐക്കോണിക് മൊമെൻറ്റ്സിൽ മുൻപന്തിയിലുള്ള ഒരു സംഭവമാണത്. ആൻഡ് അനദർ വൺ ഈസ് 2010 വേൾഡ് കപ്പിൽ ആൻഡ്രേസ് ഇനിയസ്റ്റയുടെ ഫൈനലിലെ ഗോൾ. അതും ആരും മറക്കാൻ സാധ്യതയില്ല. സോ ആൻഡ്രേസ് ഇനിയസ്റ്റ ഹിസ്റ്ററിയിലെ ഒരേ ഒരു പ്ലെയറാണ്. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലും ഹി വോൺ ദ മാൻ ഓഫ് ദ മാച്ച്, വേൾഡ് കപ്പ് ഫൈനലിലും ഹി വോൺ ദ മാൻ ഓഫ് ദ മാച്ച്, യൂറോസ് ഫൈനലിലും ഹി വോൺ ദ മാൻ ഓഫ് ദ മാച്ച്. ഫുട്ബോൾ ഹിസ്റ്ററിയിൽ അങ്ങനത്തെ ഒരേ ഒരു പ്ലെയറേ ഉള്ളൂ ഈ 3 ഫൈനലിലും മാൻ ഓഫ് ദ മാച്ച് നേടിയ ഒരേ ഒരു പ്ലെയർ, അത് ആൻഡ്രേസ് ഇനിയസ്റ്റയാണ്. ആൻഡ് ആൻഡ്രേസ് ഇനിയസ്റ്റ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സ്പാനിഷ് നാഷണൽ ടീമിന് വേണ്ടി വൈറ്റലായ ഒരു ഘടകമായിരുന്നു. 131 മാച്ചുകൾ സ്പാനിഷ് നാഷണൽ ടീമിന് വേണ്ടി ആൻഡ്രേസ് ഇനിയസ്റ്റ കളിച്ചിട്ടുണ്ട്. 13 ഗോളുകൾ നേടിയിട്ടുണ്ട്. അതെല്ലാം വൈറ്റലായിട്ടുള്ള മൂമെൻറ്റ്സിലെ ഗോളുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. നൺ ബിഗർ ദാൻ ദ വേൾഡ് കപ്പ് ഫൈനൽ അല്ലേ. പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന യൂറോസ് 2012 യൂറോസാണ്. ആ യൂറോസിനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ടീമുകൾ, ഞാൻ ഇറ്റലി, സ്പെയിൻ ആൻഡ് ജർമ്മനി, ഈ 3 ടീമുകളെയാണ് ഞാൻ ആ യൂറോസിൽ ഫോളോ ചെയ്ത മാച്ചുകളാണ് ഞാൻ കാണാനായിട്ട് ഇരുന്നുകൊണ്ടിരുന്നത്. അതിൽ ഇപ്പോഴും ആർഗ്യുബിളി ആ ഒരു ടൂർണമെൻറ്റിലെ ആൻഡ്രേസ് ഇനിയസ്റ്റയുടെ പെർഫോമൻസിനെ വെല്ലാനായിട്ടൊരു ടൂർണമെൻറ്റ് പെർഫോമൻസ് പ്രോബ്ലി നമ്മൾ കണ്ടു കാണത്തില്ല. ഇവൻ നമ്മൾ വേൾഡ് കപ്പിൽ ഇപ്പം കുറേ അന്യായ പെർഫോമൻസുകൾ നമ്മളുണ്ട്. എല്ലാ ഇതിൻ്റെയും എല്ലാവരും പല പ്ലേയേഴ്സിന് വേൾഡ് കപ്പ് ഹിസ്റ്റോറിക്കൽ പെർഫോമൻസുകളുണ്ട്, യൂറോസിൽ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസുകൾ എടുത്തിട്ടുണ്ട്, കോപ്പ അമേരിക്ക ഹിസ്റ്റോറിക്കൽ പെർഫോമൻസുകൾ എടുത്തിട്ടുണ്ട്. ബട്ട് ആർഗ്യുബലി ആ 2012 യൂറോസിലെ ഇനിയസ്റ്റയുടെ കൺസിസ്റ്റൻസിയും ഇനിയസ്റ്റ പെർ മാച്ചിലും കൊടുത്തുകൊണ്ടിരുന്ന 10 out of 10 റേറ്റിംഗ് ആണ് എല്ലാ മാച്ചിലും ഇനിയസ്റ്റയ്ക്ക്. ആ ലെവൽ ഓഫ് പെർഫോമൻസ് നമ്മൾ കാണും. എൻ്റെ ഒരു നേക്കഡ് ഹൈയിൽ കാണുന്നതാണ്. ഈവൻ ഞാൻ പലരുടെ ആർഗ്യുമെൻറ്റും കേട്ടിട്ടുണ്ട്. ഈ 2012 ആൻഡ്രേസ് ഇനിയസ്റ്റ ദ ബെസ്റ്റ് ടൂർണമെൻറ്റ് പെർഫോമിംഗ് പ്ലെയർ എവർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലരും ചോദിക്കുന്നതാണ്. ആ 2012 യൂറോസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സ്പെയിൻ്റെ അറ്റാക്കേഴ്സ് ഒന്നുമില്ല. ഒരു 4-6 സിസ്റ്റം, അതായത് 4 ഡിഫൻഡേഴ്സ് 6 മിഡ്ഫീൽഡേഴ്സിനെയൊക്കെ വെച്ചാണ് അന്ന് സ്പെയിൻ ഇറക്കിക്കൊണ്ടിരുന്നത്. സോ ആ ഒരു ടൈമിൽ ആൻഡ്രേസ് ഇനിയസ്റ്റ ആയിരുന്നു അറ്റാക്കിങ്ങിലെ മിഡ്ഫീൽഡിലെ ലിങ്ക്, അഥവാ ആ സിസ്റ്റം പൊക്കോണ്ടിരുന്നത് ആൻഡ്രേസ് ഇനിയസ്റ്റയിലൂടെയായിരുന്നു. ആൻഡ്രേസ് ഇനിയസ്റ്റ വാസ് ദാറ്റ് പില്ലർ ആ ഒരു ടീമിൻ്റെ എല്ലാ അർത്ഥത്തിലും. ഇപ്പം സ്ട്രൈക്കേഴ്സൊക്കെ ഓഫ് ദ ബെഞ്ചായിരുന്നു ആ മാച്ചിൽ. ആ ഒരു ടൂർണമെൻറ്റ് നമ്മൾ കൂടുതൽ സ്പെയിന് വേണ്ടി ഇറങ്ങുന്ന കണ്ടിട്ടുള്ളത്. ആ ആൻഡ്രേസ് ഇനിയസ്റ്റ 2012 വർഷം വാസ് സംതിങ് എൽസ്. അതുപോലെ തന്നെയാണ് 2010 വേൾഡ് കപ്പിൽ നമുക്കറിയാം വൈറ്റലായിരുന്നു ആൻഡ്രേസ് ഇനിയസ്റ്റയുടെ പെർഫോമൻസ്. അത് മാത്രമല്ല 2001 അണ്ടർ-16 യൂറോസ് സ്പെയിൻ വിൻ ചെയ്തതിലും വൈറ്റൽ ഘടകമായിരുന്നു. 2002 അണ്ടർ-19 യൂറോസ് സ്പെയിൻ വിൻ ചെയ്തതിലും വൈറ്റൽ ഘടകമായിരുന്നു ആൻഡ്രേസ് ഇനിയസ്റ്റ. സോ സ്പാനിഷ് ഹിസ്റ്ററിയിലെ ദ മോസ്റ്റ് ഡെക്കറേറ്റഡ് പ്ലെയർ വിത്തൗട്ട് എ ഡൗട്ട് ഇറ്റ്സ് ആൻഡ്രേസ് ഇനിയസ്റ്റ എന്ന് പറയുന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല, യാതൊരു തർക്കവും ഇല്ല. അതുപോലെ തന്നെയാണ് നമുക്കറിയാം ആൻഡ്രേസ് ഇനിയസ്റ്റയുടെ പിച്ചിലുള്ള ഫ്ലെയർ, എലഗൻസ്, ഈവൻ ആളുടെ ആറ്റിറ്റ്യൂഡ്. നമ്മൾ അനാവശ്യ ഫൈറ്റുകളിലോട്ട് ആൾ പോകുന്നത് കണ്ടിട്ടില്ല. എപ്പോഴും ഒരു ജെന്റിൽമാനാണ് പിച്ചിൽ. ഈവൻ ഇഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ റൈവൽ ഫാൻസിനും ഈക്വലി റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലെയർ, ഈവൻ റൈവൽ പ്ലെയേഴ്സും ഹൈലി പറഞ്ഞുകൊണ്ടിരുന്ന പ്ലെയർ ആൻഡ്രേസ് ഇനിയസ്റ്റ. സോ നമ്മൾ ഫുട്ബോളിംഗ് ബ്രെയിനാണ്, ഫുട്ബോളിംഗ് ബ്രെയിൻ. ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ പ്ലേയേഴ്സിന് ഇന്നത്തെ കാലത്ത് നമുക്ക് കിട്ടാനായിട്ട് പാടാണ്. ആൻഡ് ഫോർ മീ വൺ ഓഫ് ദ ഇഫ് നോട്ട് ദ ബെസ്റ്റ് മിഡ്ഫീൽഡർ ഐ ഹാവ് സോൺ ഇൻ മൈ ജനറേഷൻ. ഞാൻ ഫുട്ബോളുകൾ കാണാൻ തുടങ്ങിയപ്പോൾ ശേഷം തൊട്ട് ഞാൻ പറഞ്ഞു ലാസ്റ്റ് 10-15 ഇയേഴ്സ് എടുത്താണ് ഞാൻ പറയുന്നത്. സിദ്ധാൻസ് ഓഫ് ദിസ് വേൾഡ് ഒക്കെ ഉണ്ട് ഈ ഒരു ലാസ്റ്റ് ബാർസ ഹിസ്റ്ററിയിലെ പ്രോബബ്ലി. ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ആൻഡ്രേസ് ഇനിയസ്റ്റ 2018 ബാർസലോണ വിടുന്നത്, വിസൽ കോപ്പിലോട്ടാണ് പോകുന്നത്. അതിനുശേഷം 2023 അവിടെ നിന്ന് ഇറങ്ങി 3 ടൈറ്റിൽ വിസൽ കോപ്പിനോടൊപ്പം നേടി. ആൻഡ് 2023 UAE പോയി. അവിടെ എമിറേറ്റ്സിന് വേണ്ടിയാണ് ആളിപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്ന് ഒഫീഷ്യലി ആൾ റിട്ടയർ ചെയ്യുകയാണ്. ആൻഡ് ആസ് എ ബാർസലോണ ഫാൻ മനസ്സിലെപ്പോഴും കാണും. മനസ്സിലിപ്പം ആസ് എ ബാർസ ഫാൻ നമ്മൾ ഫുട്ബോൾ കളി കണ്ടു തുടങ്ങുന്ന, നമ്മൾ പറയത്തില്ലേ അവർ ഫസ്റ്റ് ലവ്, നമ്മൾ ഒരിക്കലും മറക്കത്തില്ല എന്തൊക്കെ വന്നാലും എന്നൊക്കെ പറയത്തില്ല. നമ്മൾ ഇപ്പം ഓരോ കവികളൊക്കെ ഇങ്ങനെ എഴുതുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഫുട്ബോൾ കവിതയിൽ ഫുട്ബോളിൻ്റെ ആ ഒരു മാധുര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ ഒരു ഫുട്ബോൾ കവിത ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ ആ ഒരു കവികൾ എഴുതുന്നത് വർണ്ണിക്കുകയാണെങ്കിൽ, അഥവാ കവികൾ എഴുതുന്നത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഫുട്ബോൾ ഫാൻ, എസ്പെഷ്യലി ഫോർ എ ബാർസലോണ ഫാൻ, എസ്പെഷ്യലി നമ്മൾ 2008 ടൈം, 2010 ആ ഒരു പെപ്പ് ഗോഡിയോള ടൈമിലൊക്കെ ബാർസലോണേനെ കണ്ടു തുടങ്ങി വളർന്ന ഒരാൾക്ക്, ഈവൻ അതിന് മുമ്പാണേലും ആൻഡ്രേസ് ഇനിയസ്റ്റ
നമുക്കറിയാം മെസ്സിയോടൊപ്പം അതുപോലെ സാവിയോടൊപ്പം ബുസ്കറ്റ്സിനോടൊപ്പം നമ്മുടെ മനസ്സിൽ പറ്റിയ ഒരു പ്ലെയറാണ്. പ്രോബബ്ലി മനസ്സിലുണ്ട് മെസ്സി കഴിഞ്ഞാൽ അടുത്ത ബാർസ പ്ലെയർ മനസ്സിലുള്ളത് സാവിയോർ ഇനിയസ്റ്റ എന്നൊരു ആർഗ്യുമെൻ്റാണ് മിക്ക ബാർസ ഫാൻസിൻ്റെ ഇടയിൽ ആ ഒരു ടൈമിൽ ഫുട്ബോൾ കണ്ടു തുടങ്ങിയ സമയത്ത്. സോ നമ്മുടെ മനസ്സിൽ ഫുട്ബോളിങ് ഇതിൽ എൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും എന്തൊക്കെ വന്നാലും ആൻഡ്രേസ് ഇനിയസ്റ്റയുടെ തട്ട് എപ്പോഴും ടോപ്പിൽ തന്നെ കാണും. അത് എപ്പോഴും താഴ്ന്നു നിൽക്കുക. അവിടെ അപ്പുറത്തെ ആരൊക്കെ കൊണ്ടുവന്ന് വെച്ചെന്ന് ഈ തൂക്കാൻ വെച്ചെന്ന് പറഞ്ഞാലും ഫോർ മീ ആൻഡ്രേസ് ഇനിയസ്റ്റയുടെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. അഥവാ നമ്മുടെ മനസ്സിൽ ടോപ്പിൽ തന്നെ കാണും. അമ്മാതിരി പ്ലെയറാണ് ആൻഡ്രേസ് ഇനിയസ്റ്റ. നെവർ ഗോയിങ് ടു ഫോർഗെറ്റ് ഹിം. ഓരോ മെമ്മറബിൾ മൊമെൻറ്റ്സും. ഈവൻ ഇഫ് ഞാനാണെങ്കിലും ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആൻഡ്രേസ് ഇനിയസ്റ്റയുടെ ഹൈലൈറ്റ്സുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല ഇമോഷണൽ മൊമെൻറ്റുകളും മനസ്സിലോട്ട് വരുവാണ്. സോ എന്താണെന്ന് അറിയത്തില്ല, നമ്മളായിട്ട് വെക്കുന്നതാണ് നമ്മൾ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഇനിയസ്റ്റ റിട്ടയർ ചെയ്യാൻ പോകുന്നു. ഇനി നമ്മൾ ഓട്ടോമാറ്റിക്കലി അറിയാതെ യൂട്യൂബിൽ കയറി ഇനിയസ്റ്റയുടെ കോമ്പിനേഷൻസ് കണ്ടുപോവാണ്. അതായത് മനസ്സിലോട്ട് വരുന്നതാണ്. സോ നമുക്ക് ഇതൊക്കെ ഒരു വികാരമാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഒരു വികാരമാണ്. ആൻഡ് ആൻഡ്രേസ് ഇനിയസ്റ്റ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഒരിക്കലും മനസ്സിൽ നിന്ന് പോകാൻ പോകുന്നില്ല. അവിടെ തന്നെ കാണും. ആൻഡ് ഹീസ് ഓൾവേസ് എ ബാർസ ലെജൻഡ്. ഹീ ഈസ് ബാർസലോണ എന്ന് പറയുന്ന ക്ലബിൻ്റെ ഒരു ഇമോഷൻ തന്നെയാണ് ആൻഡ്രേസ് ഇനിയസ്റ്റ എല്ലാ ഫാൻസിനും. സോ ഫുട്ബോളിങ് ഫാൻസിനും എന്താ പറയുക ഒരു ജുവലാണ് ആൻഡ്രേസ് ഇനിയസ്റ്റ പോലത്തെ ഒരു പ്ലെയർ. സോ വിഷ് ഹിം ഓൾ ദ ബെസ്റ്റ്. അദ്ദേഹം ബാർസലോണയിൽ തന്നെ ഇനി ഫ്യൂച്ചർ എന്തെങ്കിലും റോളിൽ തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം കോച്ചാവുമോ പറ്റുമോ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഹി ഹാസ് ഗോട്ട് ദാറ്റ് ഫുട്ബോളിംഗ് ബ്രെയിൻ. കോച്ചാവുന്നതിനായിട്ടുള്ള എല്ലാ സാധ്യതയും പുള്ളിയിലുണ്ട്. ആൻഡ് നിങ്ങളുടെ ഫേവറേറ്റ് അഥവാ മെമ്മറബിൾ ആൻഡ്രേസ് ഇനിയസ്റ്റ മൂമെൻറ്റുകൾ പറയുക. ഓൾവേസ് ഹി വിൽ ബി ഇൻ അവർ ഹാർട്ട്സ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും